ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുമേനി ഗംഗയോട് പറയും, പേടിക്കരുത്, മനസ്സ് കൈവിട്ടു പോകുന്ന പലതും വഴിയിലുണ്ടാകാം, സധൈര്യം മുന്നോട്ട് പോകണം. അപ്പോൾ ഗംഗ പറയും, തിരുമേനിയുടെ പ്രാർത്ഥന എനിക്കപ്പോൾ ഉണ്ടെങ്കിൽ എനിക്കത് സാധിക്കും. അപ്പോൾ തിരുമേനി പറയും, അതുണ്ടാകും, സമയം വളരെ പരിമിതമാണ്, പോകാൻ തയ്യാറായിക്കോളൂ. ശരിയെന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോവുകയാണ്. ഗംഗയെ കാണുമ്പോൾ മഹി ചോദിക്കും, ഗംഗ എവിടേക്കാണ് പോയത്? അപ്പോൾ ഗംഗ പറയും, ഞാൻ വീട്ടിലേക്കൊന്ന് പോയതാണ്, ഡ്രസ്സൊക്കെ എടുത്തു, ഫോണും എടുത്തു, പിന്നെ കാര്യങ്ങളെല്ലാം മുത്തശ്ശി ഒന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ മഹി ചോദിക്കും, ഗംഗ എന്താ പറയാതെ പോയത്? അപ്പോൾ ഗംഗ പറയും, മഹിയേട്ടൻ നല്ല ഉറക്കമായിരുന്നു, അതാ ഞാൻ ഉണർത്തി പറയാതിരുന്നത്. അപ്പോൾ മഹി പറയും, മാളു ഉണർന്നപ്പോൾ ഗംഗയെ തിരുക്കി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. അപ്പോൾ ഗംഗ പറയും, മാളുവിന് നല്ല ക്ഷീണം കാണും, അതായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നത്. എന്നിട്ട് പറയും, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് തറവാട് വരെ പോകണം. ഇത് കേൾക്കുമ്പോൾ മഹി ചോദിക്കും, എന്തു പറ്റി ഗംഗേ, എന്താ കാര്യം? അപ്പോൾ ഗംഗ പറയും, മുത്തശ്ശിക്ക് സുഖമില്ല, ഞാനൊന്ന് പോയി കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. അപ്പോൾ മഹി പറയും, ഗംഗയെ കാണാതിരുന്നാൽ മാളു വഴക്കുണ്ടാക്കില്ലേ, അവള് വിഷമിക്കില്ലേ? അപ്പോൾ ഗംഗ പറയും, മാളു ഉണർന്നു കഴിഞ്ഞ് സമ്മതം വാങ്ങിയിട്ടേ ഞാൻ പോകൂ. അപ്പോൾ മഹി പറയും, എങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഗംഗയുടെ കൂടെ ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. അപ്പോൾ ഗംഗ പറയും, നമ്മൾ രണ്ടുപേരും പോയാൽ മാളുവിൻ്റെ അടുത്ത് പിന്നെ ആരാ ഉണ്ടാവുക? ഞാൻ പോയിട്ട് വേഗം വരാം മഹിയേട്ടാ. മഹിയേട്ട മാളുവിൻ്റെ അടുത്ത് തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, മാളുവിനും അത് സങ്കടാവും. അപ്പോൾ മഹി പറയും, ഗംഗ പറഞ്ഞത് ശരിയാണ്, എങ്കിൽ പിന്നെ ഗംഗ പോയിട്ട് വന്നാൽ മതി, ഞാൻ മാളുവിൻ്റെ അടുത്തിരിക്കാം. പിന്നെ കാണിക്കുന്നത് രാത്രി ഗംഗ തിരുമേനി കൊടുത്ത ഏലസും ചരടും കൊണ്ട് ഇല്ലിമല കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലെത്തി ഗംഗയുടെ പുറകെ ഒരു പട്ടി ഓടി പോവാണ് കേട്ടോ. ഗംഗ പേടിച്ച് ഓടുമ്പോൾ ഒരു കല്ലിൽ തട്ടി വീഴാണ്. അപ്പോൾ ഗംഗ തിരുമേനി പറഞ്ഞ കാര്യം ഓർക്കാണ് കേട്ടോ. വീണപ്പോൾ ഗംഗയുടെ കയ്യിൽ നിന്ന് ആ ചരടും ഏലസും താഴെ വീഴുകയാണ്. തിരുമേനി പറഞ്ഞത് ഓർമ്മ വന്ന ഗംഗ വേഗം പോയിട്ട് ആ ഏലസും ചരടും കയ്യിലെടുത്ത് പിടിക്കുകയാണ് കേട്ടോ. ആ പെട്ടി ഗംഗയെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഗംഗ ആ ഏലസ് കാണിച്ചതും അത് അവിടുന്ന് മാഞ്ഞു പോവുകയാണ്. പിന്നീട് ഗംഗ വീണ്ടും കാട്ടിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിയിൽ ഗംഗ ഒരു കുളത്തിലേക്ക് കാൽ തട്ടി വീഴുകയാണ് കേട്ടോ. കുളത്തിൽപ്പെട്ട ഗംഗ ശ്രീ മഹേശ്വര രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഒരു വള്ളി കാണുന്നത്. ഗംഗ വള്ളിയിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. പിന്നെ ഏലസും ചരടും എടുത്ത് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നടന്ന് ആ പാലമരത്തിൻ്റെ അടുത്ത് എത്തുകയാണ് കേട്ടോ ഗംഗ. എന്നിട്ട് ആ പാവ ഊരാൻ നോക്കിയതും ഗംഗയ്ക്ക് ഷോക്കടിച്ചതുപോലെ ഗംഗ തെറിച്ച് വീഴാണ്. അപ്പോൾ ഗംഗ തിരുമേനി കൊടുത്ത ആ ചരട് മരത്തിൽ കെട്ടാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ ആ ദുരാത്മാവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. എന്നിട്ട് ആ ഏലസ് എടുത്ത് ആ ദുരാത്മാവിൻ്റെ നേർക്ക് നീട്ടി പിടിക്കുകയാണ്. അപ്പോൾ ആ ദുരാത്മാവ് പറയും, അവളെ രക്ഷിക്കാൻ നീ ശ്രമിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. അപ്പോൾ ഗംഗ പറയും, ഞാൻ പോവില്ല, ഗൗരി ചേച്ചി രക്ഷിച്ചിട്ടേ ഞാൻ പോകും. അപ്പോൾ ആ ദുരാത്മാവ് പറയും, എങ്കിൽ നിന്റെ അവസാനം ഇന്ന് ഇവിടെ ആയിരിക്കും, നിന്റെ രക്തം പാനം ചെയ്ത് ഞാൻ എൻ്റെ ദാഹം തീർക്കും. അപ്പോൾ ഗംഗ പറയും, ശ്രീ മഹേശ്വരൻ എന്നെ കാത്തുകൊള്ളും, സകല ഭൂതഗണങ്ങളുടെയും നാഥനാണ് ശ്രീ മഹേശ്വരൻ, ആ നാമത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. എന്നിട്ട് ഓം നമഃശിവായ എന്ന് ചൊല്ലിക്കൊണ്ട് ആ ചരടാ മരത്തിൽ ചുറ്റുകയാണ് കേട്ടോ. ആ സമയം ആ ദുരാത്മാവ് അവിടുന്ന് പോവുകയാണ്. പിന്നെ ഗംഗ ആ പാവ ആ മരത്തിൽ നിന്ന് വലിച്ചൂരാണ് കേട്ടോ. അപ്പോൾ ഗൗരിയുടെ ആത്മാവ് ആ പാവയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം ഗംഗ ഗൗരി ചേച്ചി എന്ന് വിളിക്കുകയാണ് കേട്ടോ. ശബ്ദം കേട്ടിട്ട് ഗൗരി ഗംഗയെ തിരിച്ചു വിളിക്കുകയാണ്. ഗൗരിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് വലിയ സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് ഗംഗ ചോദിക്കും, ചേച്ചി രക്ഷപ്പെട്ടു അല്ലേ? അപ്പോൾ ഗൗരി പറയും, രക്ഷപ്പെട്ടു ഗംഗേ, നീ എന്നെ രക്ഷിച്ചു, ഇന്ന് ഇരുട്ടി വെളുത്തിരുന്നുവെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ലായിരുന്നു. ഇതിനൊക്കെ നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഗംഗ പറയും, ചേച്ചി എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? എത്രയോ പ്രശ്നങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ചേച്ചി എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ? അതൊക്കെ വെച്ച് നോക്കിയാൽ ഇതൊന്നും ഒരു കാര്യമില്ല. അപ്പോഴാണ് ഗൗരി ഗംഗയുടെ കൈയും കാലൊക്കെ പൊട്ടിയിരിക്കണ കാണുന്നത് കേട്ടോ. അപ്പോൾ ഗൗരി പറയും, ഗംഗയുടെ കയ്യിലും കാലിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഗംഗ പറയും, അതൊന്നും സാരമില്ല ചേച്ചി. അപ്പോൾ ഗൗരി മുറിവ് പെട്ടെന്ന് ഉണങ്ങാനുള്ള ഒരു പച്ചില ഗംഗയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് അത് വേഗം മുറിവിൽ പറ്റാൻ പറയാണ്. അപ്പോൾ ഗൗരി പറഞ്ഞതുപോലെ ആ പച്ചില മരുന്ന് പൊട്ടിച്ച് അരച്ച് മുറിവിൽ പുരട്ടുകയാണ് കേട്ടോ. ഗംഗയെ നോക്കി വിഷമത്തോടെ നിൽക്കുന്ന ഗൗരിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്നാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.